ഹായ്, ഇന്നത്തെ ഓണം സീരീസിൽ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എരിവും പുളിയും മധുരമൊക്കെയുള്ള നമ്മുടെ സ്വന്തം ഇഞ്ചിപ്പുളി. ഞാനിവിടെ അതിന് 250 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നന്നായിട്ട് അതിനെ ക്ലീൻ ആക്കി എടുക്കാം. ഞാനിവിടെ ഇഞ്ചി എല്ലാം തൊലി കളഞ്ഞ് നല്ല ക്ലീനാക്കി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് അരിയാം. അപ്പം ഞാനിവിടെ വെജിറ്റബിൾ കട്ടറിൽ ഇട്ട് അരിയാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം വെജിറ്റബിൾ കട്ടറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ ഇഞ്ചിയെല്ലാം നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിപ്പുളിക്ക് വേണ്ടി പുളിവെള്ളം ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് അത് ചൂടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ഇടാം. ഇഞ്ചി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാക്കി എടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഏകദേശമൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഞാനിവിടെ ഒരു 10 ചെറിയ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചി നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. അങ്ങനെ ഞാനിത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മളിത് ചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഞാനത് എടുക്കാൻ വിട്ടുപോയതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന കുറച്ച് കായപ്പൊടിയാണ്. കൂടെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കായപ്പൊടിയും ഉലുവപ്പൊടിയും ഓപ്ഷണലാണ്, എന്നാലും ഇതിട്ടാലും നല്ലൊരു ടേസ്റ്റാണ്. പൊടികളുടെ എല്ലാം പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് അരിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഒരു 10 മിനിറ്റ് ഈ ഇഞ്ചിയൊക്കെ ഈ പുളിയിൽ കിടന്നൊന്ന് വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇഞ്ചിപ്പുളിക്ക് ഇഞ്ചിയുടെ രുചിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുളിവെള്ളം ഒഴിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഒഴിക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ഉപ്പ് ചേർക്കണേ. ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു കട്ട ശർക്കര അരിച്ചെടുത്തതാണ്. നമുക്ക് ഈ ശർക്കര പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കുറുകാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ ഇത് ആവശ്യത്തിന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും കുറച്ച് കുറുകും. സദ്യക്ക് വിളമ്പുമ്പോൾ ഒഴുകി പോകാത്ത ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു ചെറിയ പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് എണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 വറ്റൽ മുളകും കൂടെ ഇടാം. ഇനി താളിച്ചത് നമുക്ക് ഇഞ്ചിപ്പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
അങ്ങനെ സ്വാദിഷ്ടമായ ഇഞ്ചിപ്പുളി റെഡിയായി. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഓണക്കാലത്ത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.